അനീഷ് തറയിൽ വെൽക്കം. താങ്ക് യു സാർ. താങ്ക് യു ലാലേട്ടാ. സുഖമായിട്ടിരിക്കുന്നു സാർ. വിട്ടു, പിന്നെ ഒരു ഗവൺമെന്റ് ജോലി കിട്ടി, ഉണ്ടായിരുന്നു, പിന്നെ 5 വർഷം ലീവ് എടുത്തു ബിഗ് Oh, ബോസിലേക്ക് yes. വരാൻ അങ്ങനെ വേണ്ടി അനീഷ് മാത്രം. ബിഗ് ബോസ് ഹൗസിൽ കയറി. എന്താണ് അനീഷിൻ്റെ ഗെയിം? ബിഗ് ബോസ് 7 മലയാളം അപ്ഡേറ്റ് ആണ്. ശരിയായ ഒരു ഗെയിം പ്ലാനോട് കൂടിയാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ വന്നത്. കോമണർ എന്ന ടാഗ് ലൈനോടെയാണ് അനീഷ് വന്നത്. ഓൾറെഡി വീട്ടിൽ കയറുന്ന മുമ്പ് തന്നെ പറഞ്ഞാണ് 5 വർഷം ലീവ് എടുത്തു, ബിഗ് ബോസ് പഠിച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നതെന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ആണ് അനീഷ് ഓരോ ദിവസവും വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനീഷിൻ്റെ രാവിലത്തെ സുപ്രഭാതം മുതൽ പിറ്റേ ദിവസം വരെയുള്ള ഓരോ ചലനങ്ങളും അനീഷ് അത് പ്ലാനോട് കൂടിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ അനീഷ് കോമണർ എന്ന ടാഗ് പൊളിക്കുക എന്ന ഉദ്ദേശമാണ് വീട്ടിൽ വന്നപാട് ചെയ്തത്. കാരണം മറ്റുള്ളവരെ വെറുപ്പിച്ച് ആ ഒരു കാർഡ്, അതായത് ഞാനും നിങ്ങളും ഒരേപോലെയാണ് എന്ന സെലിബ്രിറ്റികളില്ല എന്ന രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ കയറിയ പാട് തന്നെ എല്ലാവരോടും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പേര് എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങോട്ട് ആരും അറിയാത്ത ഒരാളെ പോലെ ആക്കിയത്. അതായത് ജനങ്ങൾക്കിടയിലും വീട്ടിലുള്ളവർക്കിടയിലും ഞാനും നീയും ഒരേപോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് അനീഷ് വന്നത്. പിന്നെ അനീഷ് വന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക, ഇറിറ്റേറ്റ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ആയിരുന്നു. അതിനാണ് മറ്റുള്ള ഇറിറ്റേറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഒപ്പീനിയനാണ് ആൻസർ കൊടുക്കാതിരിക്കുക. അതായത് ഒരാൾ എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം തിരിച്ച് പറയുമ്പോൾ ആൻസർ കൊടുക്കാതെ മാറിക്കളയുമാണ് ഏറ്റവും ഇറിറ്റേറ്റ് ആകുന്നത്. അത് അനീഷ് കറക്റ്റ് മനസ്സിലാക്കി. മുൻ സീസണുകൾ കണ്ടതിനുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു പാറ്റേൺ അനീഷ് ഇതിൽ കൂടുതൽ ആക്കിയത്. കാരണം മുൻ സീസണിൽ അത്രയും ഉണ്ടായിരുന്നില്ലല്ലോ. ആൻസർ കൊടുക്കാൻ സമയത്ത് ചൂടാകുന്നുണ്ടായിരുന്നു, പക്ഷെ അതിനനുസരിച്ച് തിരിച്ച് ആൻസർ കൊടുക്കാമായിരുന്നു. പക്ഷെ അനീഷ് തിരിച്ച് ആൻസർ കൊടുക്കാതെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ മറ്റുള്ളവർ പിറകെ നടന്ന് അതിനുള്ള ആർഗ്യൂ ചെയ്യുന്നതും അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ. പിന്നെ റിപ്പീറ്റ് ചെയ്യുക, ഒരു വാക്കുകൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതിന് ഏറ്റവും തെളിവാണ് കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. അത് ഏറ്റവും ഹിറ്റായിരുന്നു. അത് ശരിക്കും ഹിറ്റായത് അനീഷ് മാത്രമല്ല, അപ്പുറത്ത് രേണുവിൻ്റെ അവസ്ഥയാണ്. വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കുറച്ച് കാണാം. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. 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 കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ അവിടെ നിൽക്കുമ്പോ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടു. രേണുവിൻ്റെ അവസ്ഥയാണ്, തലക്കിട്ട് എന്തെങ്കിലും അടിക്കാൻ പോലെ തോന്നുന്ന അവസ്ഥയാണ്. അതിനുശേഷമാണ് അനീഷ് കൂടുതൽ ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ അനീഷ് ഓരോരോ ദിവസം ഓരോരോ സ്ട്രാറ്റജി, ഓരോ പ്ലാനിങ്, രാവിലെ തന്നെ അടിയുണ്ടാക്കുക, അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക, കൂടുതൽ ക്യാമറ അറ്റൻഷൻ പിടിക്കുക എന്നത് അനീഷിൻ്റെ ഇത്. പിന്നെ എല്ലായിടത്തും ചാടിക്കയറി അഭിപ്രായങ്ങൾ പറയുക, എന്തിനും ക്യാപ്റ്റൻസി, അതായത് ഒരു ആധിപത്യം, കിച്ചനായാലും വെസലായാലും അവിടെയെല്ലാം ക്യാപ്റ്റൻസി ആയി നിൽക്കുക. അത് മറ്റുള്ളവർ സെലക്ട് ചെയ്തതാണ്, പക്ഷെ അത് അനീഷിൻ്റെ ഗെയിമും ഉണ്ട് അവിടെ. അതിലൊക്കെ കയറി നിൽക്കുക, എല്ലാത്തിനും അഭിപ്രായം പറയുക എന്നൊരു സ്ട്രാറ്റജി ഉണ്ടാകും. കാരണം മാക്സിമം അറ്റൻഷൻ കിട്ടുക എന്നത്. പിന്നെ അതിനുശേഷം ഷാനവാസിൽ ഫ്രണ്ട്ഷിപ്പ്, അത് ശരിക്കും പറഞ്ഞാൽ എടുത്താണ്. ഫസ്റ്റ് അനീഷ് ഷാനവാസിനെതിരെയാണ് കളിച്ചത്. ഷാനവാസ് ഇറിറ്റേറ്റ് ചെയ്യും, അനീഷ് അതിനെതിരെ കളിക്കും. ആ ഒരു കോംബോ ആയിരുന്നു അനീഷ് പിടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ലാലേട്ടൻ ഇടപെട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തു. പിന്നെ അനീഷ് വിചാരിച്ചു ഓക്കെ, ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാം. കാരണം മുൻ സീസണുകളിലും വിന്നേഴ്സും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ ആ ലെവലിൽ കൊണ്ടുവരാം എന്ന് അനീഷ് തോന്നി. പക്ഷേ ഷാനവാസ്, കാരണം മുൻ സീസണിൽ ഒരു നായകൻ്റെ കൂടെ നിൽക്കുന്നൊരു ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഷാനവാസും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു തോന്നിയപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് വിട്ടുകളയാം എന്ന രീതിയിൽ വന്നു. പ്രത്യേകിച്ച് അനീഷിൻ്റെ വീട്ടുകാർക്ക് വന്നപ്പോൾ ഫസ്റ്റ് രീതിയിൽ കളിക്കുക എന്നൊരു ഹിൻഡ് കൊടുത്തപ്പോൾ അനീഷ് ആ രീതിയിൽ മാറ്റി കളിക്കാൻ തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥ അനീഷ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഗെയിം വേറെ ഒരു ലെവലിൽ വിട്ടുകളയുന്ന പോലെ ഒരു ഫീലിംഗാണ് വരുന്നത്. കാരണം ചിലയിടത്തങ്ങൾ അനീഷിൻ്റെ ഗെയിം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അഭിപ്രായങ്ങൾ ഒരു ലെവലിൽ പറയും. ഇപ്പോൾ കോമണർ കാർഡാണ് ഇപ്പോൾ ലാസ്റ്റ് എടുത്തത്. അത് വേണമെന്ന് ചോദിച്ചാൽ ഓക്കെയാണ്, കാരണം അനീഷിന് കോമണറായതുകൊണ്ട് അനീഷിന് ആ രീതി സംസാരിക്കാം. പക്ഷെ അത് കൂടുതൽ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അനീഷിന് ഗെയിം നല്ലതല്ല. പിന്നെ അങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത ഇടയിലേക്ക് ഒരു സംസാരം കൊണ്ടുവരിക, വെറുതെ വഴക്കുണ്ടാക്കുക എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നാലും അനീഷിൻ്റെ ഗെയിം ഡൗണിലേക്ക് പോകും. കാരണം അനീഷിൻ്റെ ഗെയിം ഇപ്പോൾ ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു മാറ്റം പിടിച്ച് ഒന്നുകൂടി മാറ്റി പിടിക്കാൻ അനീഷ് ഗെയിം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാം. അനീഷിൻ്റെ ഗെയിം പ്ലാനിങ്ങും സ്ട്രാറ്റജിയൊക്കെ നല്ലതായിരുന്നു. അത് മറ്റുള്ളവർ ഒരു ചർച്ച ഉണ്ടാക്കി ഒരു അറിയപ്പെടാത്ത ഒരു വ്യക്തിയായി അനീഷ് ഇപ്പോൾ എല്ലാവരുടെ ഇടയിൽ അറിയപ്പെട്ടു. ഇപ്പോൾ ബിഗ് ബോസ് അത് ടോപ്പ് 3 എന്ന രീതിയിൽ പറയുകയാണ് അനീഷിൻ്റെ പേര് എന്തായിട്ടുണ്ട്. പിന്നെ ടോപ്പ് 2, ടോപ്പ് 3 എന്നൊക്കെ പറഞ്ഞാൽ ഷാനവാസ് അനുമോളൊക്കെ ആയിരുന്നു. ഷാനവാസിൻ്റെ ഗെയിം ഇപ്പോൾ ഡൗൺ ആയതുകൊണ്ട് എങ്ങനെയാണെന്നറിയില്ല. ഇപ്പോൾ അവരെല്ലാവർക്കും ഹാഫ് മാറും. അനീഷ് ഇപ്പോൾ ആ ഒരു പൊസിഷൻ തന്നെ പോവുകയാണ്. അത് കീപ്പ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്.
പലവർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും. XM channel, please subscribe and like.